ഹായ്, നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയേട്ടാ, നമ്മുടെ കയ്യിലുള്ള ബുഷ് ഓറഞ്ച് ഒന്ന് കണ്ടാലോ. ഇപ്പോൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ അധികം വീടുകളിലൊക്കെ ഇത് കാണലുണ്ട് കേട്ടോ. നമ്മൾ ബുഷ് ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ച് എന്ന് കേട്ടോ ഇതിന് പറയാം. ഇത് നമ്മളിപ്പോൾ ഒരു 1.5 മുമ്പൊക്കെ നമ്മൾ നട്ടതാണ്. അപ്പോൾ ഇത് ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്നെക്കാട്ടി ഹൈറ്റിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓറഞ്ചൊക്കെ കഴിക്കുന്ന പോലെ അതേപോലെ അതിൻ്റെ തൊലി എടുത്തിട്ട് നമുക്ക് അപ്പാടെ അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. നല്ല പുളിയൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാട്ടോ ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊന്ന് ജ്യൂസാക്കിയൊക്കെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല പുളിയൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാട്ടോ നമുക്കിത് ജ്യൂസാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ലെമൺ ജ്യൂസ് കുടിക്കുന്നതിനെക്കാട്ടിയും കുറേയും കൂടെ ബെറ്ററായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറും ലെമണിൻ്റെ ഒക്കെ ആ ഒരു പുളിയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പഞ്ചസാരയും ഒരു ലൈറ്റായിട്ട് ഉപ്പ് ഇട്ടിട്ട് വേണം കുടിക്കുമ്പോഴാണ് കുറേയും കൂടെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. അതേപോലെ നമുക്കിത് അച്ചാറുണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ അച്ചാറൊന്നും ഇത്രയായിട്ട് ഇട്ട് നോക്കിയിട്ടില്ല. ഇനി നമുക്ക് ഇട്ട് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ വേറൊരു വീഡിയോയിൽ എപ്പോഴേലും. പിന്നെ ഈ ഒരു ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വർഷം മുഴുവൻ ഇതിലിങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് കേട്ടോ. നമ്മളിത് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയപ്പോൾ മുതൽ നമ്മൾ വാങ്ങുമ്പോൾ സമയത്ത് തന്നെ ഇതിലിങ്ങനെ കായ ഉണ്ടായിരുന്നു. അത് ഇതേപോലെ നമുക്ക് ചെടിൻ്റെയൊക്കെ സൈസിനനുസരിച്ച് ഇങ്ങനെ കായ വന്നുകൊണ്ടിരിക്കട്ടെ. നമുക്കിങ്ങനെ ഫസ്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ കുറച്ചെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും ഇങ്ങനെ കായ ഇങ്ങനെ ഒരുപാടെണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ കണ്ടപ്പോൾ നമുക്ക് കുറച്ചെണ്ണമൊക്കെ ഇങ്ങനെ പഴുത്ത് പാകമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിങ്ങനെ കുറേ എണ്ണം വലുതും ചെറുതുമായിട്ട് നമുക്ക് കുറേ ഇങ്ങനെ കായകളുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഡാർക്ക് ഗ്രീൻ ആയതുകൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപാട് ഇങ്ങനെ കായകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ. നമ്മൾ ഈ ഒരു പ്ലാന്റ് മണ്ണുത്തിന്ന് ഒരു 1.5 വർഷം മുമ്പൊക്കെ വാങ്ങിയതാട്ടോ. നമ്മൾ കുറച്ചധികം ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ ഒപ്പം വാങ്ങിയതാട്ടോ. നമ്മളിതിൻ്റെ ഒപ്പം ഇവിടെ നാരങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് നാരങ്ങയൊക്കെ ഇങ്ങനെ കായായി കിട്ടാൻ കുറച്ചൊരു താമസം എടുക്കുന്നുണ്ട് തോന്നുന്നു. പക്ഷേ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ മുതൽ എപ്പോഴും ഇതിൽ കായ ഉണ്ടായിക്കൊണ്ടിരിക്കലുണ്ട്. പിന്നെ ഇതിന് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചാണകപ്പൊടി തന്നെയായിട്ട് ഇട്ട് കൊടുക്കൽ. അതൊരു 2 മാസം കൂടുമ്പോഴൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട്. അതല്ലാതെ നമ്മൾ എന്താ പറയുക, നമ്മൾ പച്ചക്കറിക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിക്കുന്ന സമയത്ത് അതും ഒരു മഗ്ഗൊക്കെ ഒഴിച്ച് കൊടുക്കലുണ്ട്. അത്രയ്ക്ക് ചെയ്യലുള്ളൂ. അതല്ലാണ്ട് ഇതിന് നമുക്കിങ്ങനെ ഓവർ കെയർ വേണം അങ്ങനത്തെ ഒന്നും ഒരു വിഷയമില്ല കേട്ടോ. നല്ല വെയിലുള്ള സമയത്തൊക്കെ ആയിട്ട് നന്നായി നനച്ച് കൊടുക്കലുണ്ട്. അത്ര മാത്രമൊക്കെ കേട്ടോ ചെയ്യല്. നമുക്ക് എപ്പോഴും ഇതിലിങ്ങനെ കായ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കലുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നം കണ്ടിരിക്കുന്നത് നമ്മളിത് ലീഫിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ ചുരുളിച്ച വരുന്ന ഒരു സംഭവം ഉണ്ടാവലുണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ നീം ഓയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതും ശരിയാക്കി കിട്ടലുണ്ട് കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ നിലത്തൊന്നും ഇത് വെക്കാനൊന്നും സൗകര്യമില്ല എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വലിയ പോട്ടിനകത്തൊക്കെ ആക്കിയിട്ട് നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.